കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിൻ്റെ ദാസൻ റെജി പാസ്റ്റർ, ആമേൻ. നിങ്ങളുടെ ആമേൻ കർത്താവിൻ്റെ ദാസന് മെജോയ് പാസ്റ്റർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തന്നെ വേഗം മുമ്പോട്ട് പോവുകയാണ്. ഇന്നത്തെ എൻ്റെ ചിന്താ വിഷയം എന്ന് പറയുന്നത്, ആമേൻ, ശാന്തമായി ശ്രദ്ധിക്കുക, ദൈവ സ്വഭാവം തിരിച്ചറിയാൻ പ്രാപ്തരാകുക. ദൈവത്തിൻ്റെ സ്വഭാവം തിരിച്ചറിയാൻ നാം പ്രാപ്തരാകുക എന്നതാണ് എൻ്റെ വിഷയം. പത്രോസിനെ എടുക്കണ്ട. പത്രോസിനെ ലേഖനത്തിൽ പറയുന്നു, അവൻ ദിവ്യ സ്വഭാവത്തിന് നമ്മെ കൂട്ടാളിയാക്കുവാൻ. ഒത്തിരി ചോദ്യങ്ങളുടെ ഒരു നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് ഒത്തിരി ചോദ്യമാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് ദൈവം എന്നോടത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അത് എനിക്ക് ചെയ്തു തരരുതായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദൈവം എല്ലാവരെയും മാനസാന്തരപ്പെടുത്തുന്നില്ല? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ദൈവം എനിക്ക് മറുപടി തരുന്നില്ല? ചോദ്യങ്ങളില്ലാത്തവരാരും ഈ പ്രസംഗിക്കുന്ന എനിക്കും ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും മറുപടിയില്ല. എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ലഭിച്ച പലതിനും മറുപടി ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ ദൈവജനത്തിന് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുക. അത് ആഗ്രഹമുള്ളവരുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ദൈവ സ്വഭാവത്തെ നമ്മൾ തിരിച്ചറിയാൻ എന്താകണം? പ്രാപ്തരാകണം. പലപ്പോഴും ചോദ്യമുണ്ട്, ഈ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് എന്തിനാ പഴയ നിയമം തന്നിരിക്കുന്നത്? എന്താ പലരും ചോദിക്കുന്നുണ്ട്, പഴയ നിയമം പ്രസംഗിക്കണോ? പഴയ നിയമം പ്രസംഗിക്കാത്ത സഭകളുണ്ട്. അപ്പോൾ പഴയ നിയമം എന്തിനാണ് തന്നിരിക്കുന്നത്? നമ്മൾ പുതിയ വിശ്വാസികളല്ലേ എന്നൊക്കെ ചോദ്യമുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ പഴയ നിയമം തന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതിനറിയണമെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവും ശിഷ്യന്മാരും പല കൊട്ടേഷൻ എടുത്തു പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തം. പുതിയ നിയമത്തിൽ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ എടുത്തുകൊണ്ട് പറയുക, ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പഴയ സ്വഭാവം ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, മാറ്റമുണ്ടായിട്ടില്ല. ഒത്തിരി വാക്യങ്ങളുണ്ട് അതിന്. കർത്താവ് പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ആരെ കാണിച്ചോണ്ടാ? ഏശാവിനെയും യാക്കോബിനെയും പഴയത്തിൽ കാണിച്ചോണ്ടാ. പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ. ഇതെല്ലാം എവിടുന്നാ വരുന്നത്? എവിടുന്നാ കോട്ട് ചെയ്തിരിക്കുന്നത്? പഴയ നിയമത്തിന്. അതിൻ്റെ അർത്ഥം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ തിരിച്ചറിയണം. അത് പുതിയ നിയമത്തിൽ എന്താകുന്നില്ല, മാറ്റം വരുന്നില്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവം. അപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ പുതിയ നിയമത്തിലാണല്ലോ, കൃപയിലാണ്, കൃപ പ്രസംഗിക്കുന്നവരുണ്ട്, കൃപയ്ക്കകത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് പോയാലും കൃപയ്ക്കകത്ത് നിൽക്കും, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവം. എന്നാൽ ചിലത് അവൻ എന്തുകൊണ്ട് ദൈവം മൗനമായിരിക്കും ചോദിച്ചാൽ, അതാണ് ഈ ദിവസങ്ങളിൽ ചിന്തിനോട് തീർത്തില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുള്ളപ്പോൾ ഷെയർ ചെയ്യാനാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചറിയുന്നവരാകുക. അപ്പോൾ അതിന് ചില വാക്യങ്ങളിലേക്ക് വരിക. ഒന്ന്, പ്രാരംഭത്തിൽ മനസ്സിലാക്കുക, അവൻ ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്ന ദൈവമാണ്. അപ്പോൾ ഒന്ന്, ദൈവം അറിയുന്നു. രണ്ട്, ആമേൻ, ദൈവം അനുവദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യുന്നു? അനുവദിക്കുന്നു. എന്തിനാ അനുവദിക്കുന്നത് ചോദിച്ചാൽ അതിന് ഈ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാം. മൂന്നാമത്, ദൈവം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, ദൈവം എല്ലാം അറിയുന്നു. ആമേൻ. അത് രണ്ടാമത്, ദൈവം എന്ത് ചെയ്യുന്നു? ആമേൻ, അനുവദിക്കുന്നു. മൂന്നാമത്, ദൈവം ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്കായിട്ട് ഞാൻ കൊണ്ടുവരുന്നൊരു ഭാഗം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ ഉണ്ടോ? എല്ലാവർക്കും സന്തോഷമാണോ ഇത് കേൾക്കാൻ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഒത്തിരി സംശയങ്ങൾ മാറും. ഒന്നാമത്തെ വിഷയം, ദൈവം അറിയുന്നു.
പ്രൈസ് ദി ലോർഡ്. വായിക്കാം ഒരു വേദഭാഗം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്കൊന്ന് കടന്നു വരാം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. പുറപ്പാട് 3:7, ബുക്ക് ഓഫ് എക്സോഡസ്. ഇസ്രായേലിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സ്വന്തം ജനം ഇപ്പൊ എവിടെ കിടക്കുക എന്നറിയാമോ? എവിടെ കിടക്കുക? ആമേൻ. മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടക്കുക, കഷ്ടം അനുഭവിക്കുക, ഭയങ്കര പ്രശ്നം അനുഭവിക്കുക. പക്ഷെ ദൈവം പറയുക, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആമേൻ. ഇവർ ഇത്രയും വർഷം കടന്ന് ഇവരെ തല്ലുമ്പോൾ, ഇവരെ മിസ്രയീമൻ ഭരിക്കുമ്പോൾ, അവരെ കഷ്ടപ്പെടുത്തുമ്പോൾ ആമേൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്. എൻ്റെ ദൈവമേ, എന്നിട്ട് അറിഞ്ഞിട്ടാണോ ദൈവം മിണ്ടാതിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവം ഇതിനൊരു കാരണം പറയുന്നുണ്ട്. ഞാൻ മിണ്ടാതിരിക്കുന്നതിന് കാരണം എന്നാണെന്നറിയാമോ? അവരെ ഒരിക്കൽ ഇതിനകത്ത് കൊണ്ടുവരും. അവരെ ഇതിന് കാരണം ഇവർ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവർ തന്നെയാ കാര്യം. ഞാനിവർക്ക് സമൃദ്ധിയായി കൊടുത്തോണ്ടിരുന്നപ്പോൾ, അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുത്തോണ്ടിരുന്നപ്പോൾ, അവർക്ക് പ്രമാണം കൊടുത്തോണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് പ്രമാണം തന്നതിനകത്തു നിങ്ങൾ നിൽക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവർ കുറേ കാലം അറിഞ്ഞപ്പോൾ അവർ പ്രമാണം മറന്നുപോയി. അവർ ദൈവത്തെ മറന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മറന്നപ്പോൾ ദൈവം അവരെ മറന്നില്ല, തിരിച്ച് ദൈവത്തെ അവരറിയേണ്ടതിന്. ഹല്ലേലൂയ. എന്നോട് ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവം അവരെ ജാതികൾക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇത് ഏൽപ്പിച്ചു കൊടുത്തു എന്തിനാണെന്നറിയാമോ? ദൈവത്തെ അറിയേണ്ടതുപോലെ ദൈവജനം അറിയണം. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം നിങ്ങളെ അറിയുമ്പോൾ, ദൈവം എന്നെ അറിയുമ്പോൾ നമുക്കൊരു കടമയുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം അറിയേണ്ട പോലെ നമ്മൾ അറിയണം. ഹല്ലേലൂയ. നമുക്കെപ്പോഴും ഒരു ആഗ്രഹമുണ്ടല്ലോ, ദൈവം എന്നെ അറിയണം, ദൈവം എന്നെ അറിയണം. ആമേൻ. ദൈവം നമ്മെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, എൻ്റെ ജനം എന്നെ അറിയണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം, എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം? പ്രൈസ് ദി ലോർഡ്. നമ്മൾ അറിയുമ്പോഴാണ് നമ്മെക്കുറിച്ചൊരു സർട്ടിഫിക്കറ്റ് ദൈവം തരുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഈ ജനം കിടന്ന് കഷ്ടപ്പെടുന്നു, ഭാരപ്പെടുന്നു, വേദനപ്പെടുന്നു. ദൈവത്തിന് അറിയാതിരിക്കുകയല്ല. ദൈവം പറഞ്ഞു, ആമേൻ, അവരെ ഞാൻ ഒരിക്കൽ പുറത്തു കൊണ്ടുവരും. എന്താ? അറിയേണ്ടതുപോലെ അവരെന്നെ അറിയേണ്ടതിന്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമേൻ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ദൈവം അറിയുന്നില്ലെന്ന്. ദൈവം അറിയുന്നുണ്ട്. പക്ഷേ മൗനമായിരിക്കുന്നതിന് കാര്യം എന്നാണെന്നറിയാമോ? നീ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നത് വരെ ദൈവം മൗനമായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊക്കെ ഈ സമൃദ്ധിയൊക്കെ വരുമ്പോൾ ഒരു കുഴപ്പം ഇതാ. സമൃദ്ധിയൊക്കെ വരുമ്പോൾ ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾക്കും അങ്ങനെ ഉള്ളത്. ഈ സമൃദ്ധി കിട്ടിക്കഴിഞ്ഞ്, കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ്, അബ്രഹാമിൻ്റെ തലമുറയൊക്കെ അങ്ങനെ അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവരാരെ അങ്ങ് മറന്നു. അബ്രഹാം യാഗം കഴിച്ചപ്പോഴേ പറഞ്ഞു, നിന്റെ സന്തതി 400 സംവത്സരം ഹല്ലേലൂയ എവിടെ? അവൻ അടിമത്തത്തിൽ പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവം ഇപ്പോൾ പറയുക, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഇനി ഞാനവരെ വിടത്തില്ല, ഞാനവരെ മടക്കി കൊണ്ടുവരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവം ഉപയോഗിച്ച ആളാരാന്നറിയാമോ? നിങ്ങൾക്കറിയാമല്ലോ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശെ വിളിച്ചിട്ട് മോശ പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അതുകൊണ്ട് നീ അവരെ എന്ത് ചെയ്യണം? വിടുവിക്കാനായിട്ട് പോകണം. 3-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2-ാമത്തെ വാക്യം. മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ
ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. ഭാഗ്യം വായിച്ചിട്ടുള്ള ഭാഗമായിട്ട് പറയാം. മോശെ വിളിച്ചിട്ട് പറഞ്ഞു, മോശെ ഈ ജനത്തിൻ്റെ എൻ്റെ ജനത്തിൻ്റെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കാനായിട്ട് വിടുവിക്കാൻ കൊണ്ടുപോവുകയാണ്. പക്ഷേ മോശെ ഇപ്പോൾ എവിടെ കിടക്കാന്നറിയാമോ? അമ്മായിപ്പൻ്റെ ആടുകളെ തീറ്റി ഇങ്ങനെ കിടക്കുകയാണ്. ഏകദേശം നല്ല പ്രായമൊക്കെ ഏകദേശം ഇനിയും 10-40 വർഷം കൂടെ ജീവിതത്തിലുള്ളൂ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷനായി ഇവിടെ മുൾപ്പടർപ്പിൽ. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെ? മുൾപ്പടർപ്പ് കത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അത് കൺസ്യൂം ആകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ അത്ഭുതം കണ്ടപ്പോൾ മോശ അങ്ങോട്ട് ഓടിച്ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. മോശ ഓടിച്ചെല്ലുക ഇതെന്താണെന്ന് അറിയാനായിട്ട്. പക്ഷെ വാസ്തവത്തിൽ എന്താ? ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി നിൽക്കുക. എന്തിനാ ഇവിടെ ദൈവം ഇറങ്ങി വന്നത്? പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് അത്ഭുതം കാണിക്കാനല്ല, തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയിൽ നിന്ന് അവരെ വിടുവിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഈ ദിവസങ്ങളിൽ എത്ര പേര് ധൈര്യത്തോടെ പറയാൻ, ദൈവ സാന്നിധ്യം വരുന്നത് എൻ്റെ പ്രശ്നത്തിനകത്തുനിന്ന് ദൈവം എന്നെ വിടുവിച്ചെടുക്കാനാണെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലർക്ക് ചില അത്ഭുതം കണ്ടിട്ട് അങ്ങ് പോകാനുള്ള ഒരു തിടുക്കമാ. എന്നാൽ അത്ഭുതമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ജനത്തെ തൻ്റെ കഷ്ടതയിൽ നിന്ന് ഡെലിവറി ചെയ്ത് കൊണ്ടുവരണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ? നമ്മളെ കഷ്ടപ്പെടുത്താൻ അല്ലെന്നേ ദൈവം വിളിച്ചിറക്കി ഇരിക്കുന്നത്. പിന്നെ എന്തിനാണെന്നറിയാമോ? നമ്മുടെ കഷ്ടതയ്ക്ക് കാരണം ദൈവമല്ല. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ ഒരു ലെവല് ദൈവം വെച്ചിട്ടുണ്ട്. ആ ലെവലിലേക്ക് നീ വരാൻ തയ്യാറാകുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ തയ്യാറാകും. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറയാമോ? ഇവിടെ വന്ന് അവൻ മോശ ഇറങ്ങിയപ്പോൾ ചെന്നിട്ട് പറയാ, നീ നിൽക്കുന്ന സ്ഥലം എന്തുവാ? വിശുദ്ധ ഭൂമി. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ വിശുദ്ധ ഭൂമിയിൽ എന്തിനാ ഈ ചെരുപ്പ് അഴിക്കുന്നേ? സ്തോത്രം. വിശുദ്ധമായിരിക്കുന്നിടത്തൊക്കെ നമ്മൾ ഈ വാക്യം പറഞ്ഞ് ഒത്തിരി പേര് പീഡിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ നാട്ടിലൊക്കെ അച്ഛന്മാരും പാഷന്മാരൊക്കെ നമ്മൾ ഈ ഹോളിനകത്തോട്ട് കയറരുത്, അത് വിശുദ്ധ ചെരുപ്പ് ഉരിക്കണം. ഇത് ഒരു വാക്യമാണ്. ഈ വിശുദ്ധ ഭൂമി ആകയാൽ സത്യത്തിൽ അതൊരു പേടിപ്പീര. സ്തോത്രം. പള്ളിക്കാട്ട് ഷൂ ഇട്ട് കയറാൻ കുഴപ്പമുണ്ടോ? എല്ലാവരും ഞാൻ ഷൂ ഉണ്ട്, ഇവിടെ ആരും പറയത്തില്ലല്ലേ. എന്താണ് അതിൻ്റെ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? എന്താ എൻ്റെ അർത്ഥം? പലർക്കും അറിയില്ലത്. എല്ലാവരും പറയുന്നത് വിശുദ്ധ ഭൂമിയാ. അപ്പോൾ വിശുദ്ധമായിരിക്കുന്നിടത്ത് എന്ത് പാടില്ല അല്ലേ? എന്ത് പാടില്ല? ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും ചെരുപ്പിടാൻ പാടില്ല. സ്തോത്രം. ഷൂ ഇടാൻ പാടില്ല. കാര്യം നമ്മളെല്ലാം ആരാ? വിശുദ്ധന്മാരാ. ദൈവത്തിൽ എല്ലാവരും വിളിക്കുന്നത് എങ്ങനെയാ? വിശുദ്ധന്മാരെന്നാ. അങ്ങനെങ്കിൽ നമ്മൾ സന്യാസിമാർ നടക്കുന്ന പോലെ ഓടി വരും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാർക്ക് ഇടാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ അതാണോ എൻ്റെ അർത്ഥം? അല്ല. മോശെ, നീ എന്തിനാ ഈ കാലെ ചെരുപ്പിട്ടിരിക്കുന്നത്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദാറ്റ് സാൻഡൽ? എന്താ ഉദ്ദേശം? ഈ വനത്തിനകത്തൂടെ നടക്കുമ്പോൾ എൻ്റെ കാലിൽ എന്ത് കൊള്ളരുത്? കല്ല് കൊള്ളരുത്, മുള്ളു കൊള്ളരുത്. എൻ്റെ കാലിൻ്റെ സംരക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. ഏത്? ഈ ചപ്പൽ. കർത്താവ് പറഞ്ഞു, നീ എവിടെ നിൽക്കുന്നതെന്നറിയാമോ? എൻ്റെ സന്നിധിയിലാ. ഞാനാണ് നിന്റെ സംരക്ഷകൻ. ഹല്ലേലൂയ. അതിനർത്ഥം അറിയണമെങ്കിൽ ഒന്നുകൂടെ വായിച്ചോ. യെശയ്യാവിൻ്റെ 65 അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചോ. ബുക്ക് ഓഫ് യെശയ്യ ചാപ്റ്റർ 65 അവസാനത്തെ വാക്യം. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? വിശുദ്ധ പർവ്വതത്തിൽ എൻ്റെ മോശേ, നീ മുള്ളേലൊന്ന് ചവിട്ടി നോക്ക്. അത് നിനക്ക് എന്താകത്തില്ല?
ദോഷമാകത്തില്ല. നീ കല്ലെ ചവിട്ടി നോക്ക്, അത് നിനക്ക് ദോഷമാകത്തില്ല എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ വിശുദ്ധ പർവ്വതത്തിൽ ഞാനാണ് നിന്റെ രക്ഷകൻ. മറ്റൊരു രക്ഷയ്ക്ക് അവിടെ ആവശ്യമില്ല. ഒരു ദോഷവും ഇവിടെ നിനക്ക് വരത്തില്ല. അതിനാ അദ്ദേഹത്തോട് പറഞ്ഞ് ചെരുപ്പൂരാ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ ചോദിച്ചാൽ, ദൈവസന്നിധിയിൽ വന്നാൽ നമുക്കെതിരെ മറ്റൊരു ദോഷം ചെയ്യാൻ ദൈവം ഒരുവനെയും അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് ദൈവസന്നിധിയിൽ വന്നിട്ടും ഭയപ്പാടോടെ ചില സംരക്ഷണം എനിക്ക് ദൈവത്തെക്കാട്ടിൽ അപ്പുറം വേണമെന്ന് പറഞ്ഞ് നീ ഇരിക്കുന്നെങ്കിൽ ദൈവം പറയുക, ആ സംരക്ഷണം നീ പുട്ട് ഓഫ് ചെയ്ത് കളാ. ഞാനാണ് നിന്റെ സംരക്ഷകൻ. ദൈവസന്നിധിയിൽ വന്നാൽ മറ്റൊരു സംരക്ഷണമല്ല നമുക്ക് വേണ്ടത്. സാക്ഷാൽ ദൈവം നമുക്ക് സംരക്ഷണം ചെയ്യുന്ന വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് എൻ്റെ വിഷയം എന്ന് പറയുന്നത്. നമുക്കെന്നാൽ ഇവിടെ നമ്മളും അങ്ങനെ ഇതിനകത്തൊക്കെ ദൈവസന്നിധിയിലൊക്കെ വരുന്നുണ്ട്. എന്നാലും നമുക്കൊരു പൂർണ്ണ സംരക്ഷണം ദൈവം തരുമോ എന്നൊരു ഭയം നമുക്കുണ്ട് എപ്പോഴും. ലോകത്തിൻ്റെ ഈ ഓട്ടത്തിൽ ഇങ്ങനെ ഓടുമ്പോൾ ദൈവം നമ്മെ സംരക്ഷിക്കുമോ? എന്നാൽ ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. സിറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓൾമൈറ്റി ഗോഡ്. അത് ഈ ചർച്ച വരുമ്പോൾ മാത്രമല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രസൻസിലാണ് ജീവിക്കുന്നത്. എനിക്കെതിരെ ഒരു ദോഷം ചെയ്യാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല എന്ന് ഉറപ്പുള്ളവർ ഇരിക്കുന്ന ഇരപ്പിലൊന്ന് ദൈവത്തെ സ്തുതിച്ചിട്ട് പറ. മോശയെ പോലെ ഒരു സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വരരുത്. ദൈവം പറഞ്ഞു, ഞാൻ ഉള്ളിടത്ത് ഞാൻ മാത്രമേ സംരക്ഷണമാകാൻ പാടുള്ളൂ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇത് ഉറപ്പുള്ളവർക്ക് എവിടെയും അങ്ങോട്ടോ അവൻ്റെ സാന്നിധ്യം നമുക്കുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ കഴിച്ച് സമർപ്പിച്ചതുപോലെ നമ്മൾ ഒത്തിരി ശക്തന്മാരാ പഴയ നിയമത്തെക്കാട്ടിൽ. കാര്യം വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം, ഞാൻ എവിടെയാണോ അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന് തിരിച്ചറിയുന്നവർ ഇന്ന് ആത്മാവിലൊന്ന് ദൈവത്തെ സ്തുതിച്ചിട്ട് പറ, ഹല്ലേലൂയ, ഞാൻ ദൈവകൃപ അനുഭവിക്കുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവം എന്നിട്ട് പറയാ, നീ ഇനി നിന്നെ ഞാൻ അയക്കാൻ പോകുകയാ. എവിടേക്ക്? എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ അറിയുന്നു. അപ്പോൾ ഒന്ന് ചോദിച്ചേ, ദൈവം അറിയുന്ന ദൈവമാണ് നമ്മുടെ വിഷയം. ചിലക്ക് ചോദിക്കും, എൻ്റെ വിഷയം ദൈവം അറിയുന്നില്ലേ? പ്രൈസലോ, തീർച്ചയായും നമ്മുടെ വിഷയം ദൈവം അറിയുന്നുണ്ട്. ദൈവം അറിയാവുന്ന ഇരിക്കുന്നില്ല. പ്രൈസലോ, ഹല്ലേലൂയ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവം അതിന് അനുവാദം തരാത്ത എന്നറിയോ, കാലതാമസം തരുന്നത് അത് നമ്മുടെ കുഴപ്പം തന്നെയാണ്. പ്രൈസലോ, ഒരു വാക്യം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഉൽപ്പത്തി 12-ന്റെ പ്രൈസലോ, ഹല്ലേലൂയ, അതിൻ്റെ 5-ാമത്തെ വാക്യം. അബ്രാം തന്റെ ഭാര്യയായ സാറായിയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. ശ്രദ്ധിച്ചേ, അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുക. അബ്രഹാമിനോട് പറഞ്ഞെന്നറിയാം, 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യഹോവ അബ്രാമിനോട് അരുളി ചെയ്തെന്നാൽ നീ നിന്റെ ദേശത്തെയും. അപ്പൊ എന്ത് ചെയ്യണം? നിന്റെ ദേശത്തെ നീ വിടണം. അടുത്തത്, ചാർച്ചക്കാരെ നീ വിടണം. പിതൃഭവനത്തെ വിട്ടു പുറപ്പെട്ട് നീ വിട്ടു പുറപ്പെടണം. അപ്പൊ ദൈവം പറയുന്നതെന്നാ? നിന്റെ ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം, നിന്റെ പിതൃഭവനത്തെ വിടണം, നിന്റെ ദേശത്തെ വിടണം. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം അവരോട് പറഞ്ഞാൽ നീ വിടണമെന്നാ. പക്ഷേ ഇറങ്ങിപ്പോയ കൂട്ടത്തിന് ഒരു സെന്റിമെന്റൽ ഒരാഗ്രഹം. എൻ്റെ ഒരു ചേട്ടൻ്റെ മോനുണ്ട്, അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൈവിടാൻ പറ്റത്തില്ല. അതിന് പറഞ്ഞു, മോനെ ലോത്തെ, നീയുടെ കൂടിഞ്ഞ് പോര്. പക്ഷെ കർത്താവ് പറഞ്ഞത് അത് സെൻറ്റിമെൻ്റിൽ ഇവിടെ പറ്റത്തില്ല. സ്തോത്രം. നീ ചാർച്ചക്കാരെ വിടണം, ദേശത്തെ വിടണം, പിതൃഭവനത്തെ വിടണം. എന്നാലും എല്ലാം വിടാൻ കർത്താവേ, ഈ പുള്ളി അങ്ങനെ വിടുന്നേ? ഇങ്ങനെ ചില സ്വഭാവം നമുക്കുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ലോത്തിനെ കൂടെ കൂട്ടി
ലോത്ത് കൂടെ വരാൻ നേരത്ത് ദൈവം പറഞ്ഞോ അവനെ മാറ്റാൻ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ പോകുന്നത് ആർക്കറിയാം? ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം. പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല? ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യം ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ വന്നാൽ വിടേണ്ടതിനെ വിടാൻ ദൈവം പറഞ്ഞാൽ നീ സ്വയം വിടാതെ നീ ചിലതിനെ കൊണ്ട് നടന്നാൽ ദൈവം ഒന്നും മണ്ടാൻ പോകത്തില്ല. ഹല്ലേലൂയ. ദൈവം മിണ്ടത്തില്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തിന്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ പറഞ്ഞതുപോലെ, ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ഇവിടെ വരുമ്പോൾ പണം സമ്പാദിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒത്തിരി പേരൊക്കെ ഉണ്ട്. നമ്മളൊക്കെ പല വിധത്തിലാണ്. ഈ ദൈവമക്കൾക്ക് പണം സമ്പാദിക്കുന്നതിന് പോലും ഒരു റൂട്ട് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിൻ്റെ കാര്യമൊക്കെ ഇന്നത്തെ ഈ പുതിയ പ്രസംഗിക്കുന്നവരൊക്കെ പറയേണ്ട, അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, അതുകൊണ്ട് നമ്മളും അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിനൊക്കെ പറയുമ്പോൾ നമ്മളിരുന്നിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ കൈയടിപ്പിക്കാം. ശരിക്കും വരുന്ന കൈയടിക്കും. അബ്രഹാം ബഹുസമ്പന്നൻ, അതുകൊണ്ട് നമ്മളിരുന്ന് കിട്ടും, ഇപ്പം ഞങ്ങൾ ബഹുസമ്പന്നാകും എന്നൊക്കെ പറയും. നല്ലതാണ് കേട്ടോ, നല്ല കിട്ടും. പക്ഷെ ഒരു കുഴപ്പം, അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് പുതിയ നിയമത്തിലേക്ക് ദൈവം തരുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ വരുന്നവർക്ക് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഈ പുതിയ നിയമക്കാരത് വായിച്ചിട്ട് വല്ല അർത്ഥമുണ്ടോ? പ്രൈസറോ. അബ്രഹാം ആവർത്തന പുസ്തകം 28-ലെ അനുഗ്രഹത്തെക്കുറിച്ച് അറിയാമോ? അറിയാവുന്നവരൊന്ന് സ്വതന്ത്രം പറഞ്ഞേ. നിൻ്റെ മാവ് കുഴയ്ക്കുന്ന അനുഗ്രഹിക്കപ്പെടും. കാര്യം നമ്മുടെ എല്ലാ വീട് കൂതാശയ്ക്കും ഹല്ലേലൂയ അവൻ ഇത് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ അനുഗ്രഹം ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹം ബഹുസമ്പന്നനായിട്ട് പുതിയ നിയമത്തിലേക്ക് ഇതങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന ഉടനെ അവിടെ ഒരു മിനിമൈസിങ് നടത്തും. അത് ആരിലൂടെ കയറ്റുന്നത് അറിയാമോ? ക്രിസ്തുവിലൂടെ കയറ്റുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിലൂടെ കൊണ്ടുവരുമ്പോൾ അവിടെ എന്തുണ്ടാകും? ഒരു മിനിമൈസിങ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ ദൈവം ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നീ കളക്ട് ചെയ്തു, പക്ഷെ ഒരു മിനിമൈസിങ് ഉണ്ട് എപ്പോഴും പുതിയ നിയമത്തിൽ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മക്കൾക്ക് അങ്ങനെ തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം വിടേണ്ടത് എങ്ങനെയാണെന്ന് ആരറിഞ്ഞിരിക്കണം? അയ്യോ, എല്ലാവരും മൗനമായിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം. കൈയടിച്ചാലും സ്വത്രം പറയുമ്പോഴും ഒക്കെ ഓർത്തോണം, പുതിയ നിയമത്തിൽ ഞാൻ എന്നോടുകൂടെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന് ഇതമല്ലാത്ത കൊണ്ടുപോയാൽ ദൈവം എന്ത് ചെയ്യത്തില്ല? ദൈവം പ്രത്യേകിച്ചൊന്നും മിണ്ടത്തില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചേ, ലോത്ത് ഇവൻ്റെ കൂടെ വന്നപ്പോൾ അബ്രഹാമിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എവിടെ ചെന്നാലും അബ്രഹാം ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ശരിക്ക് വിളി കേട്ടിറങ്ങിയവൻ എവിടെ ഇരുന്നാലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അവൻ ഒറ്റ ആഗ്രഹം പണമല്ല, സമ്പത്തല്ല, ലോകമല്ല, ഇതൊക്കെ നല്ലതാ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എൻ്റെ ദൈവത്തെ എങ്ങനെ ആരാധിച്ച് പ്രസാദിപ്പിക്കണമെന്നാ. ഇന്ന് പകൽ എത്ര പേര് ഇവിടെ ഇരുന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ആരാധിച്ച് എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പാട്ടുപാടി ആരാധിച്ചപ്പോൾ ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, ദൈവത്തെ പ്രസാദിപ്പിച്ച് ആരാധിച്ച് എത്ര പേര് ഇവിടെ ഉണ്ട്? ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്തുതിച്ച് എത്ര പേര് ഇവിടെ ഉണ്ട്? ഞാൻ ധൈര്യത്തോടെ പറയാ, പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ കൈവിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പൊ ഈ ലോത്ത് കൂടെ വന്നാലും അബ്രഹാം അവനിങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിനറിയാം ഈ ലോത്ത് കൂടെ പോകുന്നതും ദൈവത്തിനറിയാം. വിടാണ്ടതിനെ വിടാൻ പറഞ്ഞിട്ട് ദൈവം ഒന്നും മിണ്ടിയില്ല. ദൈവത്തിനറിയാം കൂടെ 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 പോന്നു. അപ്പൊ അബ്രഹാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ലോത്തിന്റെ പണി എന്നറിയാമോ? നിങ്ങൾ താഴെ വായിച്ചാൽ അറിയാം. ലോത്തിൻ്റെ പരിപാടി എന്ന് ചോദിച്ചാൽ, ഒരു നല്ല ദേശം കണ്ടിട്ട്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഒരതിരുകല്ല് പൊക്കി എടുത്തുകൊണ്ടെന്ന് അതിൻ്റെ അപ്പിട് വെക്കും. എന്നിട്ട് അബ്രഹാമിനോട് പറയും, ഇതെനിക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ചുരുക്കം പറഞ്ഞാൽ അബ്രഹാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ലോത്ത് ആരെ പ്രസാദിപ്പിക്കുന്നു? തന്നെത്താൻ പ്രസാദിപ്പിക്കുന്നു. തന്നെത്താൻ പ്രസാദിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സാറ്റിസ്ഫൈഡ് ആണോ ഏറ്റവും വലുത്? ദൈവത്തിൻ്റെ സാറ്റിസ്ഫൈഡ് ആണോ? ഹല്ലേലൂയ. എത്ര പേര് എന്നോട് കൂടെ ഉണ്ട്? ഇന്ന് പകൽ എത്ര പേര് പറയാം നിന്റെ സാറ്റിസ്ഫൈഡ് അല്ല, ഫസ്റ്റ് പ്രിഫറൻസ് ദൈവത്തിൻ്റെ സാറ്റിസ്ഫൈഡാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവം സാറ്റിസ്ഫൈഡ് ചെയ്താൽ നീ സമ്പാദിക്കുന്നതിനെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇവൻ്റെ സാറ്റിസ്ഫാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക.
അബ്രഹാം ദൈവത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. പ്രീസളം അവസാനം അതിൻ്റെ 11-ാം അധ്യായത്തിൽ അത് പറഞ്ഞിരിക്കുക. സമയമില്ല, അടുത്ത ദിവസം ബാക്കി പറയാം. അല്ലെങ്കിൽ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ അല്ലെങ്കിൽ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച 6-ാം വാക്യം. അവർ ഒന്നിച്ചു പാർക്കുവാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞ് സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട്. ഇതാ വിഷയം. പ്രീസലോ ഹല്ലേലൂയ. കൂടെ ഇറങ്ങിയപ്പോൾ എന്തില്ലായിരുന്നു? സമ്പത്ത് കുറവായിരുന്നു. അപ്പം ഭയങ്കര ഐക്യതയായിരുന്നു. ഹല്ലേലൂയ. പ്രീസലോ. എന്നോടുണ്ടോ എല്ലാവരും? അവൻ ഉള്ളൊരു സ്തോത്രം പറയുക കേട്ടോ. നമ്മളൊക്കെ ആദ്യമൊക്കെ ദൈവസ്ഥാനിലേക്ക് വരുമ്പോൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ സഭയോട് എന്തൊരു ഐക്യതയാണെന്നറിയാമോ? പാസ്റ്ററോട് എന്തൊരു ഐക്യതയാണെന്നറിയാമോ? ഇനി ഞങ്ങൾ ഭാഷമാരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രീസലോ. ദേശത്ത് ഒരു പ്രവർത്തനം തുടങ്ങുമ്പോൾ, ഒരു സെൻറ്ററൊക്കെ തുടങ്ങുമ്പോൾ അയ്യോ ഐക്യതയിലുള്ള പ്രാർത്ഥനയാണ്. 2 പേരും 3 പേരും ഒക്കെ തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് ചിന്തിച്ചപ്പോൾ ദൈവസ്ഥാനി ചോദിച്ചു. അവസാനം ഇതങ്ങ് ആത്മാവിൽ വളരാൻ തുടങ്ങി. പ്രീസലോ. പുതിയ നിയമത്തിലാണ് ആത്മാവിലല്ലേ. അവൻ തുടങ്ങിയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുന്നത്, ഞങ്ങളുടെ ദേശത്തൊക്കെ ഒരു പ്രവർത്തനം തുടങ്ങാനായിട്ട് വെളുപ്പാങ്കാലത്ത് 5 മണിക്കൊക്കെ വന്ന് കൈ ഓർത്തു പിടിച്ചിരുന്നു. പാസ്റ്ററെ, അവൻ ഞങ്ങളുടെ സഭ വളർത്തണമേ, ഞങ്ങളുടെ സെൻറ്റർ വളർത്തണമേ, ഞങ്ങളുടെ ദേശം വളർത്തണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചവരുണ്ട്. ദൈവം പ്രാർത്ഥന കേട്ടു. ഇപ്പൊ പ്രാർത്ഥന കേട്ടത് അങ്ങ് വലുതായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചവർ 5 പേരും 5 തരത്തിലായി. അപ്പൊ ഞാനും ചിന്തിക്കുക, എന്തൊരു ആത്മാവല്ലേ ഇല്ലേ. അവൻ ആദ്യം ഭയങ്കര ഐക്യതയായിരുന്നു പാസ്റ്ററെ, ഭയങ്കര കൈപിടിച്ചുള്ള പ്രാർത്ഥനയാ. ഈ നാളുകളിൽ ചെന്നപ്പോൾ എല്ലാവർക്കും ഒക്കെ പ്രൊമോഷനായി, എല്ലാവർക്കും പൊസിഷനായി, എല്ലാവർക്കും പണമായി. ഇപ്പൊ കുഴപ്പം എന്നെ ചോദിച്ചാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ പോലും മിണ്ടത്തില്ല. ഇത് വലിയൊരു കുഴപ്പമാകട്ടോ. അല്ലേലൂയ്യ. ഇതുണ്ടെങ്കിൽ ഇന്ന് മാറിക്കോണം. എന്നാ കാര്യം എന്നറിയാമോ? കാര്യം പറയാം. വിടേണ്ടതിനെ വിടാതെ ദൈവത്തെ പിൻപറ്റാൻ വന്നതിൻ്റെ ദോഷമാ. മനസ്സിലായവർക്കാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നാൽ അബ്രഹാം വിടേണ്ടതിനെ വിടണമെന്ന് പറഞ്ഞ് ലോത്തിന് ഇറങ്ങി ഭയങ്കര പ്രശ്നമായപ്പോൾ ഈ പുള്ളിക്ക് മനസ്സിലായി ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രീസലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അബ്രഹാം ഈ പ്രശ്നത്തിന് നടുവിൽ ദൈവം ഇടപെട്ടില്ല. ഹല്ലേലൂയ. ദൈവം ഇടപെട്ടില്ല. ദൈവം അറിയുന്നില്ലേ? അബ്രഹാം ചോദിക്കുക, ദൈവമേ നിനക്കറിയത്തില്ലേ ഞാൻ ഈ സ്ട്രഗിൾ അനുഭവിക്കുന്നത്? ഇവനിപ്പോൾ പ്രശ്നമാ. അവിടെ ഒന്നിച്ചു പാർക്കാൻ തക്കവണ്ണം അവൻ കഴിഞ്ഞില്ല. പിന്നെ 7-ാം വാക്യം. അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാരും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. ഇപ്പൊ എന്തുണ്ടായി? പിണക്കം ഉണ്ടായെന്ന് പറഞ്ഞാൽ അടി നടന്നെന്ന്. പ്രീസലോ. വിളിച്ചിറക്കിയവൻ്റെ ഭവനത്തിനകത്ത് അടി നടന്നെന്ന്. ദൈവം അറിയുന്നില്ലേ? അറിയുന്നു. ഈ അടി നടന്നിട്ട് എന്നെ മിണ്ടാത്തത് അറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വഭാവം തിരിച്ചറിയണം. അറിയുന്നു. നമ്മൾ ചോദിക്കും, ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് നടക്കുന്നത്, ഈ ക്രിസ്ത്യൻ സഭയ്ക്കകത്ത് നടക്കുന്നത് ദൈവം അറിയുന്നില്ലേ? അറിയുന്നേ. ഹല്ലേലൂയ. അറിയുന്നു. പക്ഷേ ദൈവം മൗനമായിരിക്കുന്നതിന് കാര്യം എന്താണെന്നറിയാമോ? ഇതിന് കാരണക്കാരൻ ദൈവമല്ല. നീ വിടേണ്ടതിനെ ശരിക്ക് വിട്ടിട്ടില്ല. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വാക്കുകൾ അവസാനിപ്പിച്ച് മുമ്പോട്ട് പോകാം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ. ദൈവം അറിയുന്നു. പക്ഷേ ദൈവം മൗനമായിരിക്കുന്നതിന് കാരണം എന്നാണെന്നറിയാമോ? നിന്നോട് പറഞ്ഞത് നീ ചെയ്യേണ്ട പോലെ ചെയ്തില്ല. നീ ചെയ്യേണ്ട പോലെ ചെയ്തില്ല. ചില സെന്റിമെന്റിൽ വെച്ചു പൂർണ്ണമായൊരു വേർപാട് നീ ചെയ്തില്ല. പൂർണ്ണമായൊരു ദൈവകൃപയിൽ വന്നില്ല. അതുകൊണ്ട് പ്രശ്നത്തിന് കാരണക്കാരൻ നീയായി. നിന്റെ വീട്ടിൽ അടി തുടങ്ങി. നിന്റെ സ്നേഹിതന്മാർ അടി തുടങ്ങി. നിന്റെ ഇടയന്മാർ അടി തുടങ്ങി. ദൈവമേ നീ അറിയുന്നില്ലേ? അബ്രഹാം ചോദിച്ചു. അവൻ ഒന്നും മിണ്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനം അവിടെ എഴുതിയിരിക്കുന്നത് ഇവൻ നീക്കി ഹല്ലേലൂയ ലോത്ത് കൊണ്ടുവന്ന് സോദോം മുഴുവനും കൈക്കലാക്കി. ഹല്ലേലൂയ. എന്നാൽ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, പറഞ്ഞു ഒറ്റ പരിപാടി. അബ്രഹാമിന് മനസ്സിലായി ഇനി ഇവനെയും കൊണ്ട് പോയാൽ പറ്റത്തില്ല. ദൈവം അവിടെ ഇടപെട്ടിട്ടില്ല. അബ്രഹാമിനോട് ലോത്തിനോട് പറഞ്ഞു, നീ അങ്ങോട്ടെങ്കിൽ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് ശരിക്കുള്ള വേർപാടില്ലാതിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആരെങ്കിലും? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ.
ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപമൊക്കെ ഉണ്ട്. എന്നാൽ അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡിൽ വിടേണ്ടതിനെ വിടാൻ പറഞ്ഞാൽ, വിടാതെ ഇരിപ്പുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ ദൈവം എന്ത് ചെയ്തിട്ടില്ല? ദൈവം അറിയുന്നുണ്ട്, പക്ഷേ ദൈവം മൗനമായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ആരംഭത്തിലെ ചിന്ത, ബാക്കി അടുത്ത ദിവസം പറയാം, ആരംഭത്തിലെ ചിന്തയിൽ ദൈവം നമ്മുടെ വിഷയം അറിയുന്നുണ്ട്. ദൈവം നമ്മുടെ അവൻ അവസ്ഥ അറിയുന്നുണ്ട്. പക്ഷേ എന്താ മൗനമായിരിക്കുന്നതെന്നറിയാമോ? നീ ആകേണ്ടതുപോലൊന്ന് വരാനാ. ഫ്രൈസലോ. അങ്ങനെയെങ്കിൽ അവൻ ഒരു ദിവസം കണ്ണുകളൊന്ന് അടച്ച് ദൈവത്തോടൊന്ന് ചോദിച്ച്, ദൈവത്തോടൊന്ന് പറഞ്ഞ്, കർത്താവേ നീ എന്നെ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. അവനൊന്ന് പ്രാർത്ഥിക്കുക. റിയലായിട്ട് നമ്മൾ നമ്മെ തന്നെ വിശുദ്ധരായി എണ്ണുമ്പോൾ, അബ്രഹാമിനെ പോലെ ദൈവത്തിൻ്റെ സ്നേഹിതൻ മറ്റൊരാളില്ലായിരുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ വിഷയത്തിൻ്റെ മേൽ നിങ്ങൾ കണ്ടല്ലോ, അവൻ പ്രതിസന്ധി, അവൻ മാത്രമല്ല ഇസ്രായേലിൻ്റെ കഷ്ടതയുടെ പ്രതിസന്ധി, ഇത് ദൈവം അറിയുന്നുണ്ട്. എന്നാൽ ദൈവം അറിഞ്ഞിട്ട് ആരംഭത്തിലൊന്നും മൗനമായിരുന്നു. എന്നാൽ അവൻ എപ്പോൾ ഇസ്രായേൽ ജനം ശരിയായോ അപ്പോൾ ദൈവം അവിടെ ഇടപെടാൻ തുടങ്ങി. ഹല്ലേലൂയ. അബ്രഹാം എപ്പോൾ ലോത്തിനെ വേർപിരിച്ചോ അപ്പോൾ ദൈവശബ്ദം വീണ്ടും കേൾക്കാനിടയായി മാറി. അങ്ങനെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം, ഈ സൺഡേ അവൻ ആരാധനയിൽ ഒന്ന് ചിന്തിച്ച്, അവൻ നാവിയത്തി ഒന്ന് സ്തുതിക്കാൻ പറയുന്നതൊന്ന് സ്തുതിച്ച്, അവൻ ദൈവം നമ്മെ അറിയുന്നുണ്ട്, നമ്മുടെ ഇരുപ്പ് അറിയുന്നുണ്ട്, നമ്മുടെ അവസ്ഥ അറിയുന്നുണ്ട്. ഭൗതിക നന്മ തന്നതുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നു പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചെന്ന് തോന്നുന്നു, നന്മകൾ ലഭിക്കുമ്പോൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദൈവം എന്നോട് കൂടെ ഉണ്ട്, അവൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുകയല്ല. നന്മ തരുമ്പോൾ, അനുഗ്രഹം തരുമ്പോൾ എൻ്റെ പോക്ക് ശരിയായതുകൊണ്ടല്ലത് തരുന്നത്, നീ ശരിയായി പോകുമെന്നുള്ളത് കൊണ്ടാണ് ദൈവം അത് തരുന്നത്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? നമ്മൾ പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കിട്ടി. എനിക്ക് UK വരാൻ പ്രാർത്ഥിച്ചു, എനിക്ക് മറുപടി കിട്ടി. എനിക്ക് കാറിന് പ്രാർത്ഥിച്ചു, മറുപടി കിട്ടി. എനിക്കിവിടെ ഉറപ്പായിട്ട് ഇവിടെ സ്ഥിരമായി ദൈവം തന്നു. ഇതൊക്കെ നല്ലതാ കുഞ്ഞ്. ഇതൊക്കെ തരുമ്പോൾ എൻ്റെ പോക്ക് ശരിയായതുകൊണ്ടാണ് അത് തന്നെന്ന് നീ വിചാരിക്കരുത്. നീ ശരിയായിട്ട് പോകുമെന്ന് ദൈവത്തിനൊരാഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ദൈവം തരുന്നത്. അങ്ങനെങ്കിൽ ഈ ദിവസങ്ങളിൽ നന്മ തരുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഇനി ഞാൻ എങ്ങനെ പോകണം, എങ്ങനെ പോകണം, എങ്ങനെ പോകണം? ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം നമുക്കൊന്ന് ആരാധിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് ഹല്ലേലൂയ ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പാട്ടുപാടി ദൈവത്തെ ഒന്ന് ആരാധിക്കാം. നമ്മെ അറിയുന്ന ഒരു ദൈവം, അവർ ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്വഭാവത്തിനൊരു കൂട്ടാളിയായി മാറണം. ആരാധന ദൈവം അറിയുന്നുണ്ട്, നമ്മുടെ ആത്മീക ലെവല് ദൈവം അറിയുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അത് നോക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമില്ലാതാകുകയാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ,